ഒരു കാര്യമുണ്ട്, പ്രായം ചെന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സദാചാരമാണെന്ന് പറയാം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗണേശ വിലാസത്ത് ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അത് കാണാനായിട്ടാണ്. അതായത് പത്തനംതിട്ട ജില്ലയിലാണ്, കല്ലുകുഴീന് മുകളിലോട്ടുള്ള റോഡ്. അവിടുന്ന് ഗണേശ വിലാസം അടയപ്പാടുന്ന സ്ഥലം. അവിടെ ഞങ്ങളിങ്ങനെ വന്നത് കണ്ടു പോവുകയാണ്. കുറെ താഴേക്കാണ്, പാറക്കെട്ടുകളാണ്, ശരിക്കും പാറയാണ്. എനിക്ക് താഴേക്ക് സ്ഥലമുണ്ട്. അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം നോക്കി താഴേക്ക് അങ്ങ് പോകുന്നുണ്ട്. ശരിക്കും പാറയാ, അവിടെ എല്ലാം അങ്ങ് പാറയാ, പാറക്കെട്ടുകളാണ്. പക്ഷെ നേരത്തെ ഒരു 3:30 ആകുമ്പോഴത്തേന് എത്തിച്ചേരണം. കാരണം സ്ഥലം ഒരല്പം ഇടുങ്ങിയതാ. ഇതിനകത്ത് മീനിനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ മീൻ കാണും. മീനും വളരെ വേഗത്തിൽ ഒഴുകി പോകില്ല, വെള്ളം ഇങ്ങനെ വളരെ വേഗത്തിൽ ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ മീനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്തായാലും മീൻ ഉണ്ടാവും, ഉറപ്പാ. കുറ്റിക്കാടുകളും പിന്നെ റബ്ബർ തോട്ടങ്ങളും എല്ലാം അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പാറയിൽ തട്ടി ഒഴുകി പോവുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. അപ്പുറത്തൂടെ കറങ്ങി വേണം. അവിടെ ആ പാറക്കെട്ട് ഈ ഒഴുകിപ്പോകുന്ന വെള്ളം അങ്ങോട്ട് തട്ടുകളായിട്ട് ഒഴുകി അങ്ങോട്ട് പോവുകയാണ്. വികസനം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. വളരെ വലിയ വികാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ഇത് ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. കവിത എഴുതാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ്. ഏകാഗ്രമായിട്ട് വന്നിരിക്കാം. ആളും ഒന്നും അധികമായിട്ടില്ല. അവധി ദിവസങ്ങളിലൊക്കെ ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു വെയിൽ അനുഭവപ്പെടത്തില്ല, കാരണം എല്ലായിടവും അങ്ങ് തണല. വെയിൽ വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല. ഭയങ്കര ശക്തിയാണ് വെള്ളത്തിന്. ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ വെള്ളത്തിനകത്തേക്കൊന്നും അധികമായിട്ട് ഇറങ്ങുന്നില്ല. എങ്കിലും നിങ്ങൾ ഈ സ്ഥലമൊക്കെ കാണാം. നമുക്ക് നീന്തൊന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് അഥവാ ഒഴുക്കിലെങ്ങാനും പെട്ടുപോയാലോ എന്ന് പേടിച്ചാണ് വെള്ളത്തിൽ ഇറങ്ങാൻ. ഇപ്പൊ കൊച്ചു കുട്ടികളെയും കൊണ്ട് കണ്ട് ഇവിടെ അങ്ങ് ഉള്ളിലോട്ടങ്ങ് കാടാണ്, റബ്ബറും മുളങ്കാടും ഒക്കെയാണ്. അതിനുള്ളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പൊ ഒരു 6 മണി സമയമായി, എന്നിട്ടും അവിടെ ആ ആൾക്കാരെ വെള്ളത്തിലൊക്കെ നീന്തിയും കാട്ടിനുള്ളിൽ. പക്ഷെ ഇതൊന്നും എനിക്ക് ഇതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ ഒരു അമ്മയെന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. ഇനി എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് സദാചാരം ഒന്നും. അതല്ല, എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു പോയാലോ. കുഞ്ഞുങ്ങളെയും കൊണ്ട് ആണുങ്ങളും കൊണ്ട് കുറേ പേരുണ്ട്. ആ കാട്ടിനുള്ളിലേക്ക് 6 മണിയായിട്ട് ഇരുട്ടായി, ഇതിനകത്തൊക്കെ അങ്ങോട്ടേക്ക് പോയിക്കുകയാണ്. ഇതിന് പൂട്ടി കെട്ടുമെന്ന് അറിയത്തില്ല. ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ. ഒരു കാര്യമുണ്ട്, പ്രായം ചെന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സദാചാരമാണെന്ന് പറയാം. അതല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണല്ലോ മറ്റുള്ളവരും. ഒരാപത്തും സംഭവിക്കല്ലോ എന്നൊരു പേടിയുണ്ട് നമുക്ക്.